തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കാടിറങ്ങി. രാവിലെയാണ് ആനയെ വെറ്റിലപ്പാറ 14 സമീപം കണ്ടെത്തിയത്. ആനയെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നലെയും ഫലപ്രാപ്തിയിലെത്തിയിരുന്നില്ല. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ രാത്രി ഈ ആനയെ കണ്ടെത്താനാവാതെ വന്നതോടെ ഈ ദൗത്യം ഇന്നലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഒരു 50 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിലുമെല്ലാം ആനയെ കൃത്യമായി നിരീക്ഷണവും തിരച്ചിലുമെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത്ര രാവിലെ തന്നെ ആനയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ദൗത്യ സംഘത്തിന്റെ തുടർ നടപടികൾ? അതുല്യ, കൃത്യമായി പറഞ്ഞാൽ ബുധനാഴ്ച ഉച്ചയോടെ കാട് കയറിയ ആനയെ ബുധനാഴ്ച വൈകിട്ട് വരെയും ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ഈ വനവകുപ്പും ദൗത്യസംഘവും ഒക്കെ ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഈ ആന ബുധനാഴ്ച ഉച്ചയോടെ തുരുത്തിൽ ചാലക്കുടി പുഴയ്ക്ക് സമീപത്തുള്ള വെറ്റിലപ്പാറ 14-നും കാലടി ബ്ലോക്ക് 2-നും സമീപത്തുള്ള ഈ തുരുത്തിൽ കയറി നിലയുറപ്പിച്ചതാണ്. അവിടെ നിന്നും ഈ തുരുത്തിൽ നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് മാറ്റി മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ച ആന ഈ തുരുത്തിൽ നിന്നും തോട്ടത്തിലേക്ക് കയറ്റിയപ്പോഴായിരുന്നു ഈ ആന പടക്കം പൊട്ടിയതോടെ വിരണ്ടോടി നേരെ കാട്ടിലേക്ക്, തൊട്ടപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറിയത്. പിന്നീട് ഈ ദൗത്യസംഘവും അതുപോലെ വനം വകുപ്പ് മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ബുധനാഴ്ച രാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ തെരച്ചിൽ നടത്തിയിട്ടും ഈ ആനയെ കണ്ടെത്താനായില്ല. ഇന്നലെ ഈ ആനയെ കണ്ടെത്തുന്നതിനായി ഇന്നലെ രാവിലെ 20 അംഗ സംഘമായിരുന്നു ആദ്യം എത്തിയത്. അത് 50 അംഗ സംഘമായി വിപുലപ്പെടുത്തി. ഈ 50 അംഗ സംഘത്തെ 6 ടീമുകളായി തിരിച്ച് ഈ മേഖലയിലൊക്കെ തെരച്ചിൽ നടത്തി, കാട്ടിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തി, കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തിയിട്ടും ഇന്നലെ വൈകിട്ട് വരെ ആനയെ കണ്ടെത്താനായത്. ഇതിനു ശേഷമാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ഈ ആനയെ വീണ്ടും വെറ്റിലപ്പാറ 14-ൽ കണ്ടെത്തിയത്. ഇന്ന് കണ്ടെത്തിയപ്പോൾ ആനയുടെ കൂടെ 3 മറ്റ് ആനകൾ കൂടിയുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. 3-4 കൊമ്പന്മാർക്കൊപ്പമാണ് ഈ പരിക്കേറ്റ ആന കൂടി കാടിറങ്ങിയത്. കാടിറങ്ങി ചാലക്കുടി പുഴയിലൂടെ നടന്ന് ബുധനാഴ്ച നിലയുറപ്പിച്ച അതേ തുരുത്തിൽ തന്നെയാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് നേരിടാൻ പോകുന്ന വെല്ലുവിളി, അന്ന് ഒരാനയാണെങ്കിൽ ഇന്ന് കൂടെ 3 ആനകളുണ്ട്. 3 ആനകളടക്കം ഈ പരിക്കേറ്റ ആനയും ചേർന്ന് 4 ആനകളാണ് ഇപ്പോൾ ഈ തുരുത്തിന്റെ ഭാഗത്തുള്ളത്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആന ഒറ്റയ്ക്കാണെങ്കിൽ അന്ന് ആവർത്തിച്ച അതേ രീതി തന്നെ ആവർത്തിക്കാം. പടക്കം പൊട്ടിച്ച് ഈ ആനയെ തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് കൊണ്ടുവരാം, അവിടെ വെച്ച് മയക്കുവെടി വെക്കാം എന്നൊക്കെ ആയിരുന്നു അന്നത്തെ നീക്കം. പക്ഷെ അന്നത്തെ ആ നീക്കം ഇന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കൂടെ മറ്റ് 3 ആനകളുണ്ട്. പടക്കം പൊട്ടിക്കുമ്പോൾ ഈ 3 ആനകൾ എങ്ങോട്ടൊക്കെ പോകും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിന് ആശങ്കയുണ്ട്. എന്തായാലും അന്നത്തെ അതേ രീതി തന്നെ ആവർത്തിക്കാനാണ് ഒരു പക്ഷേ സാധ്യതയുള്ളത്. എന്തായാലും ആനയെ തുരുത്തിൽ വെച്ച് വെടിവെക്കാൻ, മയക്കുവെടി വെക്കാൻ കഴിയില്ല. കാരണം വെള്ളത്തിന് തൊട്ടടുത്ത് ചാലക്കുടിക്ക് പുഴയ്ക്ക് തൊട്ടടുത്തുള്ള സമീപത്ത് തന്നെയുള്ള തുരുത്തിലാണ് ഈ ആന നിലയുറപ്പിച്ചുള്ളത്. എന്നാലും വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ആനയെ ഇപ്പോൾ നിരീക്ഷണം നടത്തി വരികയാണ്. ദൗത്യസംഘം ഉൾപ്പെടെ ഈ സ്ഥലത്തുണ്ട്. ആനയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എങ്ങനെയാണ് ഈ ആനയെ തുരുത്തിൽ നിന്നും മാറ്റാനാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. അന്നത്തെ പോലെ തന്നെ പടക്കം പൊട്ടിച്ച് ആനയെ കയറ്റുകയാണെങ്കിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിൽ എത്തുമ്പോൾ മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ മയക്കുവെടി വെക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ പോലെ തന്നെ വീണ്ടും ആന കാട്ടിലേക്ക് കയറി പോകാനുള്ള സാധ്യത ഒക്കെ വനം വകുപ്പ് മുൻകൂട്ടി കാണുന്നുണ്ട്. എന്തായാലും ആനയെ തുരുത്തിൽ നിന്നും കയറ്റി മയക്കുവെടി വെക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘവും വനവകുപ്പും ഒക്കെ ഉള്ളത്. എന്തായാലും ആനയെ മയക്കുവെടി വെക്കുമ്പോൾ പൂർണ്ണമായി മയക്കി കിടത്താൻ പാടുള്ള ഡോസ് ഉപയോഗിക്കില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത്. കാരണം ആനയുടെ പരിക്ക് സാരമുള്ള പരിക്കാണ്, ചികിത്സ നൽകേണ്ട പരിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആനയെ ഈ പരിക്കുമായി ആന നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവാനാണ് സാധ്യത എന്നൊരു വിലയിരുത്തലും ഈ ദൗത്യസംഘത്തിനും വനംവകുപ്പിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ മയക്കി നിർത്താൻ മാത്രം പാകത്തിലുള്ള ഡോസ് ഉപയോഗിച്ചായിരിക്കും വെടി വെക്കുക. എന്തായാലും അതിനുള്ള നടപടികളിലേക്കൊക്കെ ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. വെടിവെക്കാനുള്ള നടപടികളിലേക്കൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷേ വെല്ലുവിളി നേരിടുന്ന ഈ തുരുത്തിൽ നിന്നും ആനയെ സമീപത്തുള്ള തോട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരു ആനയല്ല, കൂടെ 3 ആനകളുണ്ട്. കൊമ്പന്മാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ആന തിരികെ ഈ സമീപത്തുള്ള തോട്ടത്തിലേക്ക് വരുമോ അതോ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ദൗത്യസംഘവും വനവകുപ്പും ഒക്കെ ഉള്ളത്. അതുല്യ.
അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയ്ക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ദിവസങ്ങൾ ചെല്ലുന്തോറും ആനയുടെ ആരോഗ്യനിലയെയും അത് ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ദൗത്യം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ഇത്തരത്തിൽ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. പ്രത്യേകിച്ചും ഈ അവശനിലയിലായി കഴിഞ്ഞാൽ, ആന അവശനിലയിലാവുകയാണെങ്കിൽ മയക്കുവെടി വെച്ചാൽ അതൊരു പക്ഷേ ആനയുടെ മരണത്തിന് തന്നെ കാരണമാകും. ഇതിനു മുൻപും ഇടുക്കിയിലടക്കം നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ ഇതിന് കണ്ടതാണ്. മയക്കുവെടി വെച്ചതിന് ശേഷം ആനയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളെയും കിണറ്റിൽ വീണ കരടി അടക്കമുള്ളവ പിന്നീട് ചെരിയുന്നതും മരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും ദൗത്യം വൈകുകയാണെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരില്ലേ? അതുല്യ, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ആനയെ മയക്കി നിർത്താൻ മാത്രം പാകത്തിലുള്ള ഡോസ് ഉപയോഗിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഡോക്ടറായിരുന്ന സക്രിയ സംഘവും 2 ദിവസം മുന്നേ തന്നെ എത്തിയിരുന്നു. പക്ഷെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആനയെ കണ്ടാൽ അത്ര അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആന കയറിയ ആന കാടിറങ്ങി നടന്നു വരുന്നുണ്ട്. സ്വാഭാവികമായ ഒരു നടത്തം തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആന തിരികെ ഈ പുഴ കടന്ന് തുരുത്തിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അത്ര വലിയ നടക്കാൻ പറ്റാത്ത വിധം അത്ര ആരോഗ്യസ്ഥിതി ഒന്നും മോശമായിട്ടില്ല. കാരണം 2 ദിവസം മുൻപ് ബുധനാഴ്ചത്തെ അതേ ദൃശ്യങ്ങളിൽ തന്നെ ഉള്ള അതേ ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നത് വേണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഈ മയക്കുവെടി വെച്ചാൽ ആനയുടെ ജീവന് തന്നെ ആപത്തുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വനം വകുപ്പും ഈ ദൗത്യ സംഘവും അരുൺ സക്രിയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആനയെ നിരീക്ഷിച്ച് വേണം ഇനി മയക്കുവെടി വെക്കാൻ. ഡോസ് എത്ര കണ്ട് ഉപയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിരീക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ വെല്ലുവിളി മയക്കുവെടി വെക്കലല്ല, ആനയെ അവിടെ നിന്നും മയക്കുവെടി വെക്കാൻ പാകത്തിലുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് വെല്ലുവിളി. കാരണം ഒരു ആനയല്ല, 3-4 ആനകൾ ഈ ആനയ്ക്കൊപ്പം ഉണ്ട്. 3 ആനകളുണ്ട്. മൊത്തം 4 ആനകളോളം ഈ തുരുത്തിലുണ്ട്. ഇവയിൽ നിന്നും ഈ ആനയെ മാത്രം ഈ തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. എത്തിച്ചാൽ തോട്ടം കടന്ന് ഈ ആന പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ശബ്ദം ഉപയോഗിച്ചൊക്കെ ഈ ആനയെ വിരട്ടി ഈ തുരുത്തിൽ നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് കയറ്റുമ്പോൾ ആന കൂടുതൽ വിരണ്ട് തോട്ടത്തിൽ നിൽക്കാതെ ബുധനാഴ്ചത്തെ പോലെ തന്നെ വീണ്ടും കാട്ടിലേക്ക് കയറിയാൽ വീണ്ടും ഈ ആനയെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവും. പിന്നെ വീണ്ടും തിരികെ എത്തിക്കുക വലിയ പ്രയാസകരമായ കാര്യമാണ്. അതെല്ലാം മുന്നിൽ കണ്ട് വേണം ഈ ആനയെ ഈ തുരുത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റാൻ. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതുല്യ. ശരി അനീഷ്, അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നും എന്തായാലും തുടരും. ആനയെ ഇപ്പോൾ നിലവിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആന മറ്റ് 3 ആനകളോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ദൗത്യസംഘം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മയക്കുവെടി വെക്കാൻ ഉചിതമായ ഒരു സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക, അതുപോലെ തന്നെ നിലവിൽ എത്തിയിരിക്കുന്ന ഈ കാട്ടാന കൂട്ടത്തിനുള്ളിൽ നിന്ന് ഈ ആനയെ മാത്രമായി ഒറ്റപ്പെടുത്തി മാറ്റി വേണം മയക്കുവെടി വെക്കാൻ എന്നുള്ളതാണ്. നിലവിൽ ആനയെ അത്തരത്തിൽ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ തുരുത്തിൽ നിന്ന് മാറ്റി മയക്കുവെടി വെക്കാൻ കൂടുതൽ ഉചിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതുമാണ് ദൗത്യസംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രാഥമികമായ ലക്ഷ്യങ്ങൾ. ആനയുടെ ആരോഗ്യനിലയടക്കം ദൗത്യസംഘം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അനുകൂലമായ സാഹചര്യമാണെങ്കിൽ മയക്കുവെടി വെച്ച് ആനയ്ക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി.